ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല നാടൻ ഫിഷ് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ നെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞത്, ഒരു മാങ്ങ നീളത്തിലരിഞ്ഞത്, കുറച്ച് മുരിങ്ങയ്ക്കായ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കൊച്ചുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഈ മസാല എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് യോജിപ്പിച്ച് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് മസാലയും മുരിങ്ങയ്ക്കയും മാങ്ങയും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് മസാലയെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചൂടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് പറക്കിയിടാം. മീനെല്ലാം പറക്കിയിട്ടതിന് ശേഷം നമുക്ക് ചട്ടി നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരവും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.